സുഹോയ്ക്ക് വേണ്ടി റിവെഞ്ച് ചെയ്യലൊന്നല്ല എന്റെ ഉദ്ദേശം. നീ എന്നെ സ്നേഹിച്ചാ മതി. നിനക്ക് വേറൊരു സത്യം കൂടി അറിയണമെന്ന് പാർക്ക് ചോദിക്കുന്നതിനിടെ സിയോക്ക് അവിടുത്തെ ഫയർ എല്ലാം പ്രസ് ചെയ്യാണ്. അതിന്റെ സൗണ്ട് കേട്ടതും ആക്സിഡന്റ് സീൻ ഓർമ്മ വന്ന് പാർക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നോണ്ട് തന്നെ ഹാനും ഇറങ്ങി പോവാണ് അവിടുന്ന്. പുറത്തേക്ക് എത്തുമ്പോൾ സിയോക്ക് വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. ഇതേ സമയം എന്താ സംഭവിച്ചെന്നറിയാൻ CCTV ചെക്ക് ചെയ്യുമ്പോൾ സിയോക്കാണ് ഇത് ചെയ്തെന്നൊക്കെ ക്ലിയർ ആയി മനസ്സിലാവാണ് അവന്. പോകുന്ന വഴി ഇവരെ ഫോളോ ചെയ്യാറുണ്ടായ അയാള് പാർക്കിന്റെ ആളാണെന്ന് ഹീറോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾക്ക്. സെയിം ടൈം ഹാൻ തന്നെ തിരിച്ചറിയുന്ന ദിവസം ഇത്ര പെട്ടെന്നാവുമെന്ന് കരുതിയില്ല എന്ന് പറയാണ് പാർക്ക് സ്വയം. അവിടെ സീങ്കട്ടായി പാർക്ക് സുഹോയ്ക്ക് വേണ്ടി റിവെഞ്ച് എടുക്കുന്നതാണെങ്കിൽ തന്നെ ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോന്ന് ഹാൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവന്റെ അടുത്ത ടാർഗറ്റ് ഞാനായിരിക്കുന്ന സിയോക്ക് പറയുന്ന കേട്ട് അവള് ടെൻഷനായി എന്ന് കണ്ടതും ഹീറോയ്ക്ക് സന്തോഷാവാണ് ചെയ്യാം. ഹാൻ തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. പിന്നീടുള്ള സീനിൽ മിസ്റ്റർ ലീയെ കാണിക്കുകയാണ്. ഈ ടൈം ഹീറോ വരും. അവരെ കാർ ഇടിച്ചവന്റെ ഒപ്പം പാർക്ക് പോകുന്ന ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ നേരം എനിക്കറിയാവുന്ന പാർക്ക് ഇങ്ങനെ ഒരാളെ അല്ല എന്ന് പറയാണ് അദ്ദേഹം. നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത വലിയൊരു സീക്രട്ട് ഇതിനിടയ്ക്ക് ഉണ്ടെന്ന് പറയാണ് സിയോക്കും ഒപ്പം. ഇതേ സമയം പാർക്കിന്റെ ഈ കൂട്ടാളി തന്നെയാണോ കിം ചുളിനെ കൊന്നതെന്നൊക്കെ സീനിയർ ഡിസ്കസ് ചെയ്യുന്നതിനിടെ ഫുഡും കൊണ്ട് പുള്ളിയുടെ വൈഫ് അങ്ങോട്ട് വരുന്നുണ്ട്. ഇതിനിടെ വൈഫ് അവരുടെ ഫൈൻഡിങ്സിലേക്കൊക്കെ ശ്രദ്ധിച്ചു നോക്കുന്നത് യോങ്ങും ശ്രദ്ധിച്ചിട്ടുണ്ടായി. മാഡം മനഃപൂർവ്വം ആക്സിഡന്റ് ഉണ്ടാക്കിയതാണെന്ന് ഹാൻ സംശയിച്ചിരുന്നല്ലോ. അങ്ങനെ കത്തിപ്പോയ പെയിന്റിങ്ങിന്റെ ഇൻഷുറൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഇവരതിനെപ്പറ്റി അന്വേഷിക്കുന്നതിനിടെ സിയോക്കും ഇതാരോ പ്ലാൻ ചെയ്തതാണെന്ന് തന്നെയാണ് പറയാ. കാരണം ഇത്രയും വിലമതിക്കുന്ന പെയിന്റിങ്സ് ഒക്കെ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കൊണ്ട് മാത്രമേ ഹാൻഡിൽ ചെയ്യൂ. എന്നിട്ടും ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നതായി കാണിച്ച് കട്ട് ചെയ്താ അടുത്ത പബ്ലിക് സെയിലിനുള്ള കാര്യങ്ങൾ റെഡിയാക്കുന്നതിനിടെ അസിസ്റ്റന്റ് ഓപ്ഷണർ ആയിട്ട് ഹാൻ തെരഞ്ഞെടുക്കുന്നത് ഈ സംഗ്മീനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റേ പെണ്ണിന് ഹാനോടൊരു ദേഷ്യം വരാണ്. സെയിം ടൈം സിയോക്ക് ആ പെയിന്റിങ് കൊണ്ടുപോയ വണ്ടി കത്തിയ ഫോട്ടോസ് നോക്കുന്നതിനിടെ അവന്റെ ചേച്ചിക്ക് ആക്സിഡന്റ് ഉണ്ടായതാണ് ഓർമ്മ വരാ. രണ്ടും ഏകദേശം സെയിം പാറ്റേണിലാണ് ഇടിച്ചിരിക്കുന്നത്. അപ്പൊ തന്നെ ഹാക്കർ വിളിച്ച് അവന്റെ ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് ആയിരുന്ന ഹ്യൂൻസുന്റെ അഡ്രസ്സ് കിട്ടിയെന്ന് പറയാണ് അവനോട്. കട്ട് ചെയ്ത ഈ ഹ്യൂൻസുനെയാണ് കാണിക്കുക. മൊത്തത്തിലൊരു ഫ്രോഡാണ് അവൻ. ഇപ്പൊ ഓപ്ഷൻ ഹൗസിലേക്കാണ് ഈ വന്നിരിക്കുന്നത്. ഓഫീസിൽ ഇയാളെ മുമ്പൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അവനും ഓപ്ഷൻ ഹൗസിന്റെ സ്റ്റാഫ് ടാഗ് ഉണ്ടല്ലോ എന്നുള്ളതൊക്കെ ഹാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വന്നപാടെ നേരെ മാഡത്തിന്റെ ഓഫീസിലേക്കാണ് അയാൾ ഈ പോകുന്നതും. നീയോ ആ ട്രക്ക് കത്തിയ കേസ് വേഗം ഒതുക്കി തീർക്കാൻ പറഞ്ഞിട്ട് ഇവിടെ എന്താ കാര്യം എന്ന് മാഡം ചോദിക്കുന്നതായിട്ട് അതത്ര എളുപ്പമുള്ള പണിയൊന്നല്ല. സ്മൂത്ത് ആയിട്ട് ചെയ്താൽ കിട്ടുന്നതിന്റെ 10% എങ്കിലും എനിക്ക് വേണമെന്നും പറഞ്ഞ് തിരിച്ചു പോവാണ് അവൻ. കറക്റ്റ് സമയത്ത് തന്നെയാണ് സിയോക്ക് അങ്ങോട്ട് വരാം. പക്ഷെ ഹ്യൂൻസുനെ അവൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഹീറോ നേരെ ഹാനിനെ കാണാൻ ചെല്ലും. പെയിന്റിങ്സ് കത്തിപ്പോവാൻ കാരണമായിട്ടുള്ള ആക്സിഡന്റിന്റെ സെയിം പാറ്റേണിലാണ് എന്റെ ചേച്ചിക്ക് ആക്സിഡന്റ് ഉണ്ടായതും. അതേ സ്ഥലം പാസഞ്ചർ സൈഡ് മാത്രം ഇടിച്ചു. വണ്ടി കത്തിപ്പോയില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. സോ ഈ രണ്ട് ആക്സിഡന്റ് പ്ലാൻ ചെയ്തതും ഒരാളാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് സിയോക്ക് പറയുന്ന കേട്ട് ചെയ്തത് ഒരാളായിരിക്കാം, പക്ഷെ ചെയ്യിപ്പിച്ചത് മാഡം ആണെന്ന് പറയണം അവള്. വില കൂടിയതും അവർക്ക് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള പെയിന്റിങ്ങുകളുടെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ഒറിജിനൽ അവർ അവരുടെ ഓഫീസിലുള്ള ഒരു സീക്രട്ട് റൂമിൽ സൂക്ഷിക്കുന്നുണ്ട്. ഈ ആക്സിഡന്റ് അവർക്ക് ആ ഒറിജിനൽ എടുക്കാൻ ഉണ്ടാക്കിയ തന്ത്രമാണെന്ന് പറയാണെന്നിട്ട്. ഇതേപോലെ പണ്ടൊരു പെയിന്റിങ്ങിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനാണ് മാഡം ഹാന്റെ അച്ഛനെ അപ്രോച്ച് ചെയ്തത്. എക്സിബിഷൻ വെക്കാനുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കരുതി അദ്ദേഹം അത് ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഒറിജിനലിനെ വെല്ലുന്ന പീസായിരുന്നു അത്. പക്ഷെ പിന്നീട് അതൊരു പ്രശ്നമായപ്പോ കുറ്റമെല്ലാം മാഡം ഹാന്റെ അച്ഛന്റെ തലയിലിട്ടു. അങ്ങനെ മാഡം കാരണമാണ് അദ്ദേഹത്തിന് തീരാത്ത കടം വന്നതും പൈസ ലോൺ എടുക്കേണ്ടി വന്നതൊക്കെ. മാഡം അവളുടെ അച്ഛനെ ഉപദ്രവിക്കുന്നതും അദ്ദേഹത്തിന്റെ പെയിന്റിങ് കൊണ്ടുപോകുന്നതെല്ലാം ഹാൻ കണ്ടിട്ടുണ്ടായി. അതാലോചിച്ച് അവൾ വിഷമിക്കുന്നുണ്ട്. ഹാന് പ്രതികാരം ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയാണ് സിയോക്ക്. ഇന്നേരം ഇവർ ഈ സംസാരിക്കുന്നതൊക്കെ ആ മാനേജർ കാണുന്നുണ്ടെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇതേ സമയത്ത് തന്നെയാണ് ദോയോണും അങ്ങോട്ട് വന്നത് കാണാം. സീൻ അവിടെ കട്ട് ചെയ്താ അടുത്ത ഓപ്ഷന് തന്നെ അസിസ്റ്റ് ചെയ്യാൻ ഹാൻ സംഗ്മീനോട് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവള് ഹാനിനെതിരായി. ഇപ്പൊ മാഡം പറഞ്ഞതനുസരിച്ച് സിയോക്കിന്റെ ഡീറ്റെയിൽസ് എടുക്കുകയും അവരെ വാച്ച് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും. പിന്നീടുള്ള സീനിൽ പാർക്ക് അയച്ച ഓർഫൻ ഫ്രം സിറിയ എന്നുള്ള പെയിന്റിങ് കാണിച്ച് സുഹോയും ഒരു ഓർഫൻ ആയിരുന്നു എന്ന് പറയാണ് അവള്. എന്റെ കാര്യങ്ങളെല്ലാം സുഹോയ്ക്ക് അറിയുന്ന പോലെ പാർക്കിനും അറിയാന്ന് പറയുന്നതായി കാണിച്ച് കട്ട് ചെയ്ത പാർക്കിന്റെ മുൻപത്തെ അസിസ്റ്റന്റിനെ കാണാൻ ചെന്നേക്കാണ് സിയോക്ക്. ഇപ്പോ സിറിയയിലുണ്ടായ ആക്സിഡന്റിൽ നിന്ന് റിക്കവർ ആയി വന്നതിന് ശേഷം പാർക്ക് എന്നെ ഉൾപ്പെടെ അവിടെ മുന്നേ ജോലിക്കുണ്ടായിരുന്ന എല്ലാവരെയും പിരിച്ചുവിട്ട് പുതിയ ആൾക്കാരെ വെച്ചു എന്നാ ലേഡി പറയും. മാത്രമല്ല അവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിരുന്ന സെക്യൂരിറ്റി സിസ്റ്റത്തിനും പാർക്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഡിഫറെന്റ് ഐറിസ് പാറ്റേൺ ആണെന്ന് ഡിറ്റക്ട് ആയതുകൊണ്ട് ലോക്കൊക്കെ മാറ്റി പുതിയതാക്കേണ്ടി വന്നു എന്ന് കേട്ട് സിയോക്ക് ഇക്കാര്യം മിസ്റ്റർ ലിയോടും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടെ പാർക്കിന്റെ മുഖം മൂടി അണിഞ്ഞ വേറൊരാളാണതെന്ന് ഹീറോയ്ക്ക് ഉറപ്പാവും. ഫേസ് മാറ്റിയാലും ഐറിസിന്റെ പാറ്റേൺ മാറില്ലല്ലോ. കട്ട് ചെയ്ത ഹാൻ പറഞ്ഞിട്ട് ദോയോൺ അവൾക്ക് പാർക്കിന്റെ കുറച്ച് ഫോട്ടോസ് കൊണ്ട് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. എന്തിനാ ഇപ്പൊ ഇയാളെ പറ്റി അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ സുഹോയുടെ ഫ്രണ്ട് ആയിരുന്നെന്നും എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ ഹാൻ പറയും. എന്നിട്ട് ഇതൊന്നും എന്താ എന്നോട് പറയാഞ്ഞേ? ഇപ്പൊ എന്നേക്കാൾ വിശ്വാസം ആ ഇൻഷുറൻസുകാരനാണോ എന്ന് ദോയോൺ ചോദിച്ചതായിട്ട് അങ്ങനെ ഒന്നുമില്ല. സിയോക്ക് ഈ കേസ് അന്വേഷിക്കുന്നോണ്ടാണെന്ന് പറയാണ് ഹാൻ.
പണ്ട് പാർക്കിനൊപ്പം ചെറിയൊരു ബിസിനസ് ചെയ്തിരുന്ന ഫ്രണ്ടിനെ കാണാനായിരുന്നു ഇവര് പോയത്. അയാൾക്ക് പക്ഷെ ഇപ്പൊ പാർക്കിനായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടാവില്ല. ഒരു തവണ നേരിട്ട് കണ്ടപ്പോഴും പാർക്ക് തന്നോട് ഒരു സ്ട്രേഞ്ചറിനെ പോലെയാണ് ബിഹേവ് ചെയ്തതെന്ന് അയാളും പറയുന്ന കേട്ട് ഹാനും ഇതേ ഡൗട്ടാണ് വരാം. ഇതിനിടെ വർക്കിന് വരുന്ന വോളണ്ടിയേഴ്സിന്റെ ഒക്കെ DNA റിപ്പോർട്ട്സ് എടുപ്പിക്കാറുണ്ടെന്നും ഓഫീസിലെ മിക്കവാറും പാർക്കിന്റെയും സുഹോടെ റിപ്പോർട്ട് ഉണ്ടാവും, അത് വെച്ച് ടെസ്റ്റ് ചെയ്യാന്ന് മിസ്റ്റർ ലീ വിളിച്ചു പറയാണ് ഹീറോനെ. അവിടെ സീങ്കട്ടായി ആ എക്സിബിഷൻ നടക്കുന്നതാണ് കാണിക്കുന്നത്. ഹാൻ അതിനു മുമ്പുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ഈ ഇവന്റിന് അവള് പാർക്കിനെയും ഇൻവൈറ്റ് ചെയ്തിരുന്നല്ലോ. അങ്ങനെ സ്റ്റില്ലറിന്റെ ആ ഡ്രോയിങ്ങിനെ പറ്റി എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനിടയ്ക്കാണ് പാർക്ക് വരാ. അവനെ കണ്ടപാടെ സിഒക്ക് ചെന്ന് മിസ്റ്റർ ലീക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, തന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എന്ന് കേട്ട് ആശ്വാസം, ഞാനും മിസ് ചെയ്യുന്നുണ്ടെന്ന് അവൻ. ഇവരീ സംസാരിക്കുന്നതൊക്കെ ദോഹ വാച്ച് ചെയ്യുന്നുണ്ട്. ഈ സമയം ഞാനായിട്ട് നിന്നെ ലോക്ക് ചെയ്താ നിനക്ക് കിട്ടുന്ന ശിക്ഷ കൂടും, സ്വയം കീഴടങ്ങിക്കൂടെ എന്ന് സിഒക്ക് ചോദിക്കുമ്പോ ചിരിക്കാണ് അവൻ. സെയിം ടൈം മാഡത്തിന് താങ്കളെ പേഴ്സണലായി മീറ്റ് ചെയ്യണമെന്നുണ്ടെന്നും പറഞ്ഞ് ഹാൻ വരുമ്പോ പാർക്ക് അതിനൊക്കെ പറഞ്ഞ് ദോഹ കൊണ്ടുവന്ന ആ ഡ്രിങ്ക്സ് കുടിച്ചതും അവൻ ആകെ വിറയലൊക്കെ വന്ന് നിലത്തേക്ക് വീഴുന്നതാണ് കാണിക്കുന്നത്. എല്ലാവരും പാനിക്കായി നിൽക്കുമ്പോൾ സിഒക്ക് വന്ന് ചെക്ക് ചെയ്തിട്ടാണ് അനാഫിലാക്റ്റിക് ഷോക്കാണെന്ന് പറയാം. അത് കേട്ടപാടെ പാർക്കിന്റെ അതിന് വേണ്ടിയിട്ടുള്ള എപ്പിപെൻ ഉണ്ടോന്ന് നോക്കി ഹാൻ അത് കുത്തിവെക്കുന്നതും കാണാം. അപ്പോഴാണ് പാർക്കൊന്ന് നോർമൽ ആവാ. ഇതിനിടെ ദോഹ സ്കൂട്ടാവുന്നുണ്ട്. അവിടുന്ന് സിഒക്കാണെങ്കിൽ ആ എപ്പിപെൻ എടുത്ത് DNA ടെസ്റ്റ് ചെയ്യാനും പോകും. പിന്നീടുള്ള സീനിൽ ഹാന്റെ സംശയം ഉറപ്പായ പോലെ ആ സത്യം മനസ്സിലാക്കിയ ടെൻഷനിൽ വിറയ്ക്കാണ് അവള്. കാരണം ഇതേ പ്രശ്നം സുഹോയ്ക്കും ഉണ്ടായിരുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത മാനേജറിനെയാണ് കാണിക്കുന്നുണ്ടാവുക. ഈ ടൈം ഹാൻ സീക്രട്ടായി മാഡത്തിനെ കുറിച്ച് കണ്ടെത്തിയ ഡീറ്റെയിൽസ് ഒക്കെ ദോഹ എടുത്ത് മാനേജറിന് കൊടുക്കുന്നതായും കാണിക്കുന്നുണ്ട്. സിഒക്കാണെങ്കിൽ ഇവിടെ DNA ടെസ്റ്റിന്റെ റിസൾട്ടും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പാർക്കിനും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമൽ ആയിട്ടുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹാൻ അങ്ങോട്ട് വരാം. വന്നവാടെ നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്നുള്ള അവളുടെ ചോദ്യം കേട്ട്, ആദ്യം എനിക്ക് നിന്നെ ഒരു സ്ഥലം കാണിക്കാനാണുള്ളത്, നമുക്ക് ആദ്യം അങ്ങോട്ട് പോവാന്നും പറഞ്ഞ് പാർക്ക് അവളെ എങ്ങോട്ടോ കൊണ്ടുപോകും. അവരങ്ങനെ കാടിന് നടുക്കായിട്ടുണ്ടാക്കിയ ഒരു വീട്ടിലേക്ക് എത്തും. പണ്ട് സുഹോ ഉണ്ടായിരുന്ന സമയത്ത് മരങ്ങൾക്ക് നടുവിലായി 2 നില വീട് വേണം, വലിയ മുറ്റം, ഊഞ്ഞാലൊക്കെ വേണമെന്ന് പറയുമായിരുന്നു. അതുപോലൊരു വീടായിരുന്നു അത്. ഇന്നേരം സിഒക്ക് അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയാതെ ഹാൻ ഫോൺ ഓഫ് ആക്കും. കട്ട് ചെയ്ത് ഈ വീടും സ്ഥലമൊക്കെ ആദ്യം ഹാൻ തന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് അവൻ പറയുമ്പോൾ അവൾ അവനെ സുഹോ എന്ന് വിളിച്ചതും പാർക്ക് ഒരു നിമിഷം സൈലന്റ് ആയി പോകും. ഇതേ സമയം സിഒക്ക് കൊണ്ടുവന്ന സാമ്പിള് സുഹോയുടെ DNA ആയിട്ട് 100% മാച്ച് ആണെന്നുള്ള റിസൾട്ടും വരാണ്. അതായത് സിറിയയിൽ മരിച്ചതപ്പോ സുഹോ അല്ല പാർക്കായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഹീറോ ഹാനെ വിളിക്കുമെങ്കിലും കിട്ടാത്ത കാരണം അന്വേഷിച്ചു പോവാണ് അവളെ. ഇവിടെ പാർക്കാണെങ്കിൽ ഹാൻ അവനെ സുഹോ എന്ന് വിളിച്ചത് കേട്ട് ഭയങ്കര ഇമോഷണൽ ആവാണ്. നീ എന്നെ തിരിച്ചറിയോന്ന് എപ്പോഴും ഞാൻ പേടിച്ചിരുന്നു, അത് ഉറപ്പിക്കാൻ നീ തന്നെയാണോ എന്റെ ഡ്രിങ്കിൽ എന്തെങ്കിലും ഇട്ടേന്ന് ചോദിക്കുമ്പോൾ ഹാൻ അപ്പോഴും സുഹോ എങ്ങനെ ജീവനോടെ ഉണ്ടാവും എന്നുള്ള ഷോക്കിലായിരിക്കും. ഈ ടൈം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് അവിടെ. സുഹോ സിറിയയിലേക്ക് പോകുന്നതിന് മുന്നേ ഹാനെ കാണാൻ വരുമ്പോഴും ആ റിലേഷൻഷിപ്പ് എൻഡ് ആയ രീതിയിലാണ് അവള് സംസാരിക്കുക. പിന്നീട് ജോലിയുടെ ഭാഗമായ ഒരാളുടെ കൂടെ പോകുന്നതൊക്കെ കണ്ട് സുഹോ അവളെ വളരെ മോശം രീതിയിലൊക്കെ ചിന്തിക്കും. തന്റെ മരണം അവൾക്ക് വലിയൊരു ട്രോമയും ശിക്ഷയൊക്കെ ആവുമെന്ന് കരുതിയിട്ടാണ് സൂയിസൈഡ് ചെയ്യാന്നുള്ള തീരുമാനം അവനെടുത്തത്. പക്ഷെ അന്നത്തെ ആക്സിഡന്റ് നടക്കുമ്പോൾ പാർക്കും സുഹോയും അവരുടെ പേര് എഴുതിയ ഷർട്ടുകൾ പരസ്പരം മാറ്റിയാണ് ഇട്ടിരുന്നത്. സുഹോയ്ക്കാണെങ്കിൽ പരിക്ക് പറ്റിയിരുന്നത് ഫുൾ ഫേസിലും ആയതുകൊണ്ട് തന്നെ മുഖമൊന്നും ആർക്കും തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് സുഹോ പാർക്കാണെന്ന് എല്ലാവരും കരുതിയത്. പിന്നീട് ഒരുപാട് സർജറികൾക്ക് ശേഷം തന്റെ ഫ്രണ്ട് പാർക്കിന്റെ ഫേസ് തന്നെ സ്വീകരിക്കായിരുന്നു. എന്റെ വോയിസ് പോലും മാറി. ഞാൻ ചത്ത നീ വിഷമിച്ച് ജീവിക്കുന്ന കരുതിയ ഞാൻ മണ്ടൻ, പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാണ്ടായല്ലേ നിനക്ക്, ഇപ്പൊ ഞാൻ പണ്ടത്തെ സുഖമൊന്നല്ല, കോടീശ്വരനാണ്, ഇനി നിനക്ക് എന്റെ കൂടെ വന്നൂടെ എന്നൊക്കെ പറയാണെന്നിട്ട്. ഇതേ സമയം സിഒക്കാണെങ്കിൽ ഹാനെ തിരക്കി പാർക്കിന്റെ വീട്ടിലേക്ക് ചെല്ലാണ്. കേറുന്നതിന് മുന്നേ യോങ്ങിനെ വിളിച്ച് ഞാൻ പാർക്കിനെ കൊല്ലാൻ പോവാണെന്നൊക്കെ പറയുമ്പോൾ അവൾക്കും ടെൻഷനാവും. ശേഷം ആ വീട് തല്ലിപ്പൊളിച്ച് അകത്തേക്ക് കയറുകയും ചെയ്യും. നോക്കുമ്പോൾ ഹാനെ ഒരുപാട് വർഷങ്ങളായി ഇവൻ ഫോളോ ചെയ്തിരുന്നു എന്നൊക്കെ അവിടെയുള്ള ഫോട്ടോസിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഹാൻ ആണെങ്കിൽ സുഹോയുടെ സൈക്കോത്തരം കണ്ട് പേടിച്ച് കുറച്ച് നിൽക്കായിരിക്കും. നിനക്ക് ആ സിഒക്കിന് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നതായി കാണിച്ച് വീണ്ടും കട്ട് ചെയ്ത സീനിയറും ടീമും ഇവിടേക്ക് എത്തിയിട്ടുണ്ടായി. വീട് തല്ലിപ്പൊളിച്ച് കയറിയോണ്ട് സിഒക്കിനെ വിലങ്ങ് വെച്ചിരുന്നെങ്കിലും പാർക്ക് ഫ്രോഡ് ആണെന്ന് മനസ്സിലാവുമ്പോൾ അതഴിച്ച് പാർക്കിന്റെ ലൊക്കേഷനും കണ്ടെത്താൻ പോലീസിനോട് പറയാണ് സീനിയർ. അങ്ങനെ സിഒക്കും അവരുടെ ഒപ്പം സ്ഥലം അന്വേഷിച്ചു വരുന്നുണ്ട്. ഇവരപ്പോഴേക്കും ഇവിടെ പിടിയും വലിയ ആയിട്ടുണ്ടായി. ഇന്നേരം പെട്ടെന്ന് അവിടെ പവർ കട്ടായതായും കാണിക്കും. സിഒക്ക് എത്ര വിളിച്ചിട്ടും ഹാനെ കിട്ടുന്നും ഉണ്ടാവില്ല. അവസാനം പോലീസൊക്കെ ആ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടേക്ക് എത്തുന്നതായും കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ മൊത്തം സൈലന്റ് ആയിരുന്നു, ആരുമില്ലായിരുന്നു. പെട്ടെന്നാണ് അവിടെ ബ്ലഡ് കാണാം. ഇതേ സമയം ഹീറോയും അങ്ങോട്ടേക്ക് എത്തും. യോങ് ആ ബ്ലഡ് വീണത് ഫോളോ ചെയ്ത് ചെല്ലാൻ നേരം പാർക്ക് അഥവാ സുഹോ അവിടെ മരിച്ചു കിടക്കുന്നതും തൊട്ടടുത്ത് ഹാൻ നിൽക്കുന്നതുമാണ് അവള് കാണുന്നത്. ഇതേ സമയം സിഒക്കും ആ സീനിലേക്ക് എത്തും. അവനും ഇത് കണ്ട് ഷോക്കായി നിൽക്കുന്നതും കാണിച്ചാണ് എപ്പിസോഡ് എൻഡ് ആവുന്നത്. സുഹോന് ശരിക്കും ഹാൻ തന്നെയാണോ കൊന്നതെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. താങ്ക്